ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഡൽഹിയിലെ നോയിഡയിൽ സ്ഥിതി ചെയ്യുന്ന അട്ട മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു പ്രശസ്തമായ മാർക്കറ്റിലേക്കാണ്. ഇപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഇവർ തുറന്ന് വരുന്നതേ ഉള്ളൂ. എല്ലാം പൊടി പിടിച്ചിരിക്കും, ഒന്ന് തുടച്ചോട്ടെ. എല്ലാം ഷോപ്പുകളും കാര്യങ്ങളും എല്ലാം ഓപ്പൺ ആക്കി വരുന്നതേ ഉള്ളൂ. നിങ്ങൾ സരോജിനി മാർക്കറ്റ് കണ്ടതുപോലൊക്കെ അത്രയും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ആ, ഒരു കാഴ്ചയല്ല നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അട്ട മാർക്കറ്റിനെ കുറിച്ച് ചെറിയൊരു വിവരണം ഞാൻ തരാം. അട്ട മാർക്കറ്റ് അഥവാ നോയിഡയിൽ ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രചരിതവും ജീവപ്രദവുമായ സജീവമായ വ്യാപാര കേന്ദ്രമാണിത്. ഇത് പ്രദേശത്തിൻ്റെ സാംസ്കാരികവും സാമൂഹികവും ആധാരമാക്കി വളർന്നു വന്നിട്ടുണ്ട്. ഇത് നോയിഡയുടെ മുഖ്യ മേഖലകളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത്. കൂടാതെ ഷോപ്പിംഗ്, ഭക്ഷണം, വിനോദം എന്നിവയ്ക്കായി ജനങ്ങൾക്കൊരു പ്രധാന കേന്ദ്രമാണ് അട്ട മാർക്കറ്റ്. വിവിധ തരം ഷോപ്പിംഗ് സ്റ്റോറുകൾ, മാൾ, സ്ട്രീറ്റ് ഫുഡുകൾ, ചിന്തിക്കാൻ പറ്റുന്ന രസകരമായ പ്രോഡക്റ്റുകൾ എന്നിവ ഇവിടെ ലഭ്യമാണ്. അട്ട മാർക്കറ്റിൽ സൗകര്യങ്ങൾ അതിൻ്റെ ഭംഗിയിൽ കൂട്ടിച്ചേർക്കുന്നു. വിപണിയുടെ പല ഭാഗങ്ങളിലും വ്യാപാരികളുടെയും യാത്രക്കാരുടെയും സജീവമായി നീങ്ങുന്ന തിരക്കുകൾ, ചുറ്റുപാടുകൾ, മനോഹരമായ ഡിസൈനുകളുടെ ആകർഷകമായ ഷോപ്പുകൾ, യാത്രികരുടെ ആവശ്യങ്ങൾക്കും ഭക്ഷ്യപ്രദ പ- പ്ര- പ്ര- ഫു, അത് പോട്ടെ, അതായത് ഫുഡിനും എല്ലാം ഒരുപാട് പ്രധാനം നൽകുന്ന ഒരു സ്ഥലമാണിത്. നിങ്ങൾക്ക് നേരെ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഈ രണ്ട് സൈഡിൽ ഇങ്ങനെ ഷോപ്പുകൾ ഇറക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും അകത്തേക്കുള്ള ഷോപ്പുകൾ കണ്ടില്ലേ, അതൊക്കെ നല്ല ബ്രാൻഡഡ് ഷോപ്പുകൾ തന്നെയാണ് കിട്ടുന്നത്. കുട്ടികളും മുതിർന്നവരും ചേർന്ന് ഈ മാർക്കറ്റിൽ ആസ്വാദനത്തിന് എത്തുന്നവരിലെ ഏറിയ അനുഭവം അതുവഴി ജനങ്ങൾക്ക് ലഭിക്കുന്ന അത്യാധുനിക സർവീസുകളും ഓപ്പൺ എയർ എക്സ്പീരിയൻസുകളും വർദ്ധിപ്പിക്കുന്നു. ഇതിൻ്റെ വിശാലമായ ശേഖരത്തിൽ നിന്നും പുതുമ, രുചി, കല, ഡിസൈൻ എന്നിവയെ പറ്റിയുള്ള മികച്ച അനുഭവങ്ങൾ ലഭ്യമാണ്. അതിനാൽ ഇതൊരു സഞ്ചാരത്തിനും ഷോപ്പിങ്ങിനും ശേഖരിക്കുന്നിടമാണ്. കൂടാതെ ഈ മാർക്കറ്റിൽ പരിസരം വ്യാപാരിക സമ്പത്തിൻ്റെ പ്രധാന കോണായി മാറിയിട്ടുണ്ട്. എപ്പോഴും തിരക്കുള്ള ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ സാക്ഷാത്കാരമായിരുന്ന മാറ്റങ്ങൾ പലപ്പോഴും ഇവിടെ കാണാം. ഞാനീ പറയുന്നതൊക്കെ ഇച്ചിരി സാമൂഹിക ചൻസ്ലോക്സ വേർഡ്സ് ആണെന്ന് അറിയാം. നിങ്ങളത് മനസ്സിലാക്കി എടുത്തോളാം. ഓക്കെ. ഓൾറെഡി തന്നെ ഇവിടെ സഞ്ചാരികൾക്ക് ലഭിക്കുന്ന അവധിക്കാല വിശ്രമവും യാത്രാപ്രേമികൾക്കുള്ള വ്യത്യസ്തമായ അനുഭവവും യാത്രകൾക്കായി ലോഹിതമായ കേന്ദ്രമായി മാറിയിട്ടുണ്ടിത്. നിങ്ങൾക്കിവിടെ സരോജിനി മാർക്കറ്റ് പോലെ തന്നെ ഇവിടുത്തെ ഡ്രസ്സ്, ക്ലോത്ത്സിൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. പക്ഷേ സരോജിനി മാർക്കറ്റിൻ്റെ അത്രയും വലിപ്പമുള്ളൊരു മാർക്കറ്റാണോ ഇതെന്ന് ചോദിച്ചാൽ അല്ല. ഓക്കെ, ഞാൻ സരോജിനി മാർക്കറ്റിനെ വെച്ച് കമ്പയർ ചെയ്യാനൊന്നും പോകുന്നില്ല. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ബാഗ്, എന്തെങ്കിലും സർവീസസ് വേണമെങ്കിൽ മൊബൈൽ റിപ്പയറിങ്, ഒപ്റ്റിക്കൽ റിപ്പയറിങ്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ജീൻസിൻ്റെയൊക്കെ കുറേ ശേഖരങ്ങളുണ്ട്. ഇവിടെ കുറേ പേരൊക്കെ നമ്മളെ നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ കൂടുതലും നിങ്ങൾ കണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള തുണികളും കാര്യങ്ങളൊക്കെയാണ്. തുണികളാണ് കൂടുതലും സൈഡിലെല്ലാം വെച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ 500-600 രൂപയ്ക്ക് കിട്ടുന്ന ഷർട്ടും കാര്യമൊക്കെയാണ് ഇവിടെ വെറും 100 രൂപ 150 രൂപയ്ക്കൊക്കെ കിട്ടും. വില പേശിയ നല്ല വില കുറച്ച് കിട്ടും. പക്ഷെങ്കിൽ അതേ ഇവിടെ കണ്ടില്ലേ, ഒരു ജ്യൂസിൻ്റെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ എനിക്ക് കമ്പയർ ചെയ്യുമല്ല, സരോജിനി മാർക്കറ്റ് വെച്ച് നോക്കുമ്പം അത്രയും വില കുറച്ച് ഇവിടെ കിട്ടത്തില്ല. ഇവിടെ ഇവരൊരു അത്ര ബാർഗെയിനിങ് സമ്മതിക്കുന്ന ആളുകളല്ല. അവർക്കൊരു റേറ്റ് ഉണ്ട്. ആ റേറ്റിൽ നമുക്ക് അത്ര ഓക്കെ അല്ലെങ്കിൽ പൊക്കോളം പറയും. പിന്നെ ദേ ഇവിടെ ആ സ്റ്റെപ്പ് പോയേക്കുന്നത് മെട്രോ സ്റ്റേഷനിലേക്കാണ്. അത് ഞാൻ പിന്നീട് പറയാം. ഇതുപോലൊക്കെ ഒരു ഇടുങ്ങിയ വഴി കൂടെ വേണം നിങ്ങൾ സഞ്ചരിക്കാൻ. രണ്ട് സൈഡുകളിലായിട്ടും നിങ്ങൾക്ക് ഇതുപോലെ തുണി, വസ്ത്രങ്ങൾ രണ്ടും ഒന്നല്ലേ. ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും. ഇത് ഇയറിങ്സ്, ഇത് കൂടുതലും ഡൽഹിയിൽ ഒരുപാടുള്ളത് ഡ്രസ്സിൻ്റെയൊക്കെ കച്ചവടമാണ്. വേണമെങ്കിൽ ഇവിടെ വന്ന ഓരോരുത്തർക്ക് ഇവിടെ നിന്നാണ് കൂടുതലും ഡ്രസ്സുകൾ നമ്മുടെ കേരളത്തിലോട്ടും പല സ്ഥലങ്ങളിലേക്കും പോകുന്നത്. ഇവിടെ ചെരുപ്പും കാര്യങ്ങളും, ഫുട് വെയർസ് എല്ലാം ഉണ്ട്. ഇത് ടീഷർട്ട്, നമ്മൾ മറ്റുള്ള മാർക്കറ്റുകളിൽ കാണുന്ന എല്ലാ തരം കാര്യങ്ങളും ദേ ആയിട്ടിരിക്കുന്ന ചെരുപ്പിനെല്ലാം 100 രൂപയുള്ളൂ. ഞാൻ ഇവിടെ നല്ല എക്സിക്യൂട്ടീവ് ലുക്കുള്ള കുറേ ക്ലോത്ത്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് അവൻ എന്നെ വിളിച്ചിട്ട് അതുകൊണ്ട് അവൻ്റെ മസിൽ കാണിച്ചു തരുവാണ്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇനി മസിലയിലിടാനുള്ള എന്തെങ്കിലും കമ്മലൊക്കെ അവൻ്റെ കാണും. അവൻ കമ്മൽ വയ്ക്കുന്ന ആളാണ്. ഇത് കണ്ടില്ലേ, ഇത് മറ്റേ മിനിയേച്ചർ പോലൊക്കെ ഉള്ള ഒരു ഷോപ്പാണ്. ഈ കസാരയും കാര്യങ്ങളെല്ലാം മിനിയേച്ചർ രൂപത്തിലും എല്ലാം ഉണ്ടാക്കി വെക്കും. പിന്നെ ഏതാണ്ട് ഇത് വാച്ചുകൾ കണ്ടില്ലേ നിങ്ങൾ, വാച്ചൊക്കെ നല്ല വിലക്കുറവിൽ തന്നെ കിട്ടുന്നതാണ്. പിന്നെ ഇത് മെയിൻ റോഡിൻ്റെ ഒരു സൈഡാണ്. ഇത് ഈ സൈഡ് മെയിൻ റോഡാണ്, ലെഫ്റ്റ് സൈഡ്. പിന്നെ ഈ റൈറ്റ് സൈഡിലേക്ക് പിന്നെ ഒരു മാർക്കറ്റിൻ്റെ ഒരു സെക്ഷൻ തന്നെ ഉണ്ട്. അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. അത് ഇപ്പം നമ്മൾ കണ്ട അതുപോലെ തന്നെ തുണിയും കാര്യങ്ങളും എല്ലാം അത് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് ഈ റോഡിൻ്റെ വെളിയിൽ ഇറങ്ങിയിട്ട് കാണിച്ചു തരാം ഈ റോഡിൻ്റെ വെളിയിൽ നിന്ന് എങ്ങനെയാണ് ഇത് കാണുന്നതെന്ന്. ഇതാണ് ആ റോഡിൻ്റെ വെളിയിൽ നിന്നുള്ള ഭാഗം. ഈ മെട്രോയുടെ അടിവശമാണിത്. അതുകൊണ്ടാണ് ഒരു മേളിൽ കൂടെ ഒരു ഓവർ ബ്രിഡ്ജ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഇതുപോലൊക്കെയുള്ള ഫ്രൂട്ട്സും പച്ചക്കറികളും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്.
പിന്നെ ഇവിടെ ഇതുപോലൊക്കെ ചെറിയ ചെറിയ ഇതിന് പറയുന്ന സ്ട്രീറ്റ് ഫുഡ്സും കാര്യങ്ങളും, പിന്നെ ഇങ്ങനെ സൈക്കിൾ റിക്ഷോസൊക്കെ ഇവിടെ കാണാൻ പറ്റും. നോർമൽ റിക്ഷോസ് വാങ്ങിക്കുന്നതിനേക്കാൾ കൂടുതൽ പൈസ ഇവർ വാങ്ങിക്കുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇവിടെ ഇലക്ട്രോണിക്സിൻ്റെ കുറേ സാധനങ്ങൾ തൂക്കിയിട്ടേക്കുന്ന കാണാം. ഇതൊക്കെ വളരെ ചീപ്പായിട്ടുള്ള റേറ്റിൽ തന്നെ നമുക്ക് കിട്ടും. ഷൂസ് ഒരു 350 450 റുപ്പീസിൻ്റെയൊക്കെ ഷൂസാണ്. ഇത്രയൊക്കെ ഉള്ളൂ. ഈ അട്ട മാർക്കറ്റ് എന്ന് പറയാൻ ഒരുപാട് വലിയ കാര്യമൊന്നുമില്ല. സരോജിനി മാർക്കറ്റിൻ്റെ പകുതിയുടെ പകുതി എന്ന് മാത്രമേ എനിക്ക് ഇതിനെ വിശേഷിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അതിൽ കൂടുതലൊന്നുമില്ല. പക്ഷേ നോയിഡയിലുള്ളവർക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നൊരു മാർക്കറ്റാണ്. പിന്നെ സ്ട്രെയിറ്റ് അവേ മെട്രോയിൽ നിന്ന് ഇറങ്ങി മാർക്കറ്റിലോട്ട് കയറാൻ പറ്റും. കാരണം മെട്രോ ഞാൻ കാണിച്ചില്ലേ, നോയിഡ സെക്ടർ 18 എന്ന് പറയുന്നൊരു മെട്രോയാണ് ഇവിടെ ഇതുവഴി പോകുന്നത്. അവിടെ ഇറങ്ങിയ ഈ എക്സിറ്റ് ഗേറ്റ് കറക്റ്റ് മാർക്കറ്റിനകത്തോട്ടാണ്. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സ്ഥലവുമായി കാണുന്നവരെ ബൈ.